എല്ലാവർക്കും GK വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ രാമേശ്വരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാമേശ്വരത്തേക്ക് പോകുന്ന വഴി കണ്ട കാഴ്ചകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെ, രാമേശ്വരം എത്താറാവുന്നതേ ഉള്ളൂ. രാമേശ്വരം എത്തുന്നതിന് മുന്നേ നമ്മൾ പാമ്പൻ പാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. പാമ്പൻ പാലം എന്ന് പറയുമ്പം ഇന്ത്യയിലെ ഏറ്റവും മികച്ച എൻജിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണ്. രാമേശ്വരം ദ്വീപിനെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന രാമേശ്വരത്തെ പാമ്പൻ പാലം 1870-കളിൽ ശ്രീലങ്കയിലേക്കുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു. 1914 ഈ പാലം ഗതാഗതത്തിനായി തുറന്നു. ഏകദേശം 2.2 കിലോമീറ്റർ ദൂരം ഈ റെയിൽ പാലത്തിന് ഉണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്നത് റെയിൽ പാലം അല്ല, നമ്മൾ അതിന് സമീപമായിട്ട് അതിന് പാരലായിട്ട് കെട്ടിയിരിക്കുന്ന റോഡ് പാലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാമ്പൻ പാലം. അതിനകത്ത് പുതിയ പാമ്പൻ പാലവും ഉണ്ട്, പഴയ പാലവും കാണുന്നുണ്ട്. അതിന് പഴയ പാലത്തിനേക്കാൾ 3 മീറ്റർ ഉയരത്തിലാണ് പുതിയ പാമ്പൻ പാലം പണിഞ്ഞിട്ടുള്ളത്. ഇത് നട്ടുച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വെയിലത്ത് ഈ കടൽ വെള്ളം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല നീല കളറിൽ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുകയാണ്. ശരിക്കും പച്ചയാണോ നീലയാണോ അത് നമ്മൾ ശരിക്കും അറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 2ാമത്തെ കടൽപ്പാലത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ പാമ്പൻ പാലം. ഒന്നാമത്തെ നീളമേറിയ പാലം ഏതാണെന്ന് അറിയാവോ? അറിഞ്ഞൂടാ. നമുക്കത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഒന്നാമത്തെ നീളമേറിയ പാലം ഏതാണെന്ന്. അപ്പം ഈ പാലത്തിനെ പറ്റി ഇനിയും കുറേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1988 വരെ രാമേശ്വരത്തെ ബന്ധിപ്പിക്കുന്ന ഏകണ്യമായിരുന്നു ഈ പാമ്പൻ പാലം. അപ്പോൾ 1988 പാമ്പൻ പാലത്തിന് സമാന്തരമായ ഒരു റോഡ് പാലം നിർമ്മിച്ചു. അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ പാലത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് കടലിലെ കാഴ്ചകളൊക്കെ നല്ലതായിട്ട് കാണാൻ പറ്റും. നല്ല നീല നിറത്തിൽ ആകാശവും കടലും ഇങ്ങനെ ഒരുമിച്ച് കിടക്കുകയാണ്. നീലാകാശവും നീലകടലും, അതിനിടയിൽ ഒരു മഞ്ഞ കൈവരിയുള്ള പാലം. ദൂരെ കാണുന്നതാണ് ബോട്ട്. ദൂരെ എന്ത് കാണുന്നത്? ബോട്ടുകളാണ് കാണുന്നത്. അതെല്ലാം ബോട്ടാണ്. മീൻ പിടിക്കാൻ പോകുന്നതായിരിക്കും. അതെ അതെ. എല്ലാവരും നല്ല വെയിലാണെങ്കിലും അതുവഴി പോകുന്ന സഞ്ചാരികളെല്ലാം പാലത്തിൽ നിർത്തി പാലമൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. അതാണോ? ആ കാണുന്നതാണോ? അതെ, അതിനടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ കാണുന്ന ഇതാണ് ഷെർസർ സ്പാൻ. അതായത് ഇത് കപ്പലുകളും ബോട്ടുകളും ഒക്കെ വരുമ്പോൾ ഇപ്പോൾ പുതിയതിൻ്റെയാണ് അത്രയും പൊങ്ങി നിന്ന് കാണുന്നത്. നമ്മൾ
അത് കപ്പലുകളും ബോട്ടുകളും വരുമ്പോൾ അതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കും. അപ്പം അതുവഴി കൂടെ കപ്പലും ബോട്ടൊക്കെ പാസ് ചെയ്യും. പഴയതെന്ന് പറയുന്നത് 2 സൈഡിലോട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കുന്നതായിരുന്നു. പുതിയതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകും പാലം. അപ്പം അതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഞ്ചാരികളുണ്ട്. അതെ, വെയിലാണെങ്കിൽ പോലും അതൊക്കെ മറികടന്ന് സഞ്ചാരികൾ അവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാമ്പൻ പാലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തായിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാവോ? അറിഞ്ഞൂടാ. നമ്മൾ അടുത്തായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിന്റെ സ്മാരകത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഒരു ക്ലൂ തരാം. ക്ലൂ തന്നില്ലെങ്കിലും രാമേശ്വരം എന്ന് കേട്ടാൽ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ. അദ്ദേഹം തന്നെയാണോ നോക്കുന്നത്? ഞാൻ ഒരു ക്ലൂ കൂടെ തരാം. 1931 ഒക്ടോബർ 15 രാമേശ്വരത്ത് ജനിച്ചു. ഇന്ത്യയുടെ മിസൈൽ ആണവ യുദ്ധ പദ്ധതികളുടെ വികസനത്തിൽ പ്രമുഖ പങ്കുവഹിച്ച ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. 2002 മുതൽ 2007 വരെ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നും പീപ്പിൾസ് പ്രസിഡന്റ് എന്നും വിശേഷണം നേടിയ ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ സ്മാരകമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആരാണെന്നറിയോ? അതെ, നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, അതെ, നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പിട്ട് നമ്മൾ കണ്ട പാലം കഴിയാറായി. ഇവിടെ വന്നപ്പോ നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ആ ഒരു പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടിരിക്കുന്ന ബോട്ടും ശരിക്കും നമ്മളൊരു കാവ്യാത്മകമായി ഇതിനെ വർണ്ണിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അറിയാത്തോണ്ട് പറ്റുന്നില്ല. കണ്ട് ആസ്വദിക്കാനേ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. ഏറ്റവും നന്നായിട്ട് നല്ലൊരു ചിത്രകാരൻ വരച്ചിട്ടേക്കുന്ന പോലെ തന്നെ ഒരു കടൽ പക്ഷികളും ഒരു ആർട്ടിസ്റ്റിന്റെ കലാവിരുത്. ഭൂമി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ കലാവിരുതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും പറക്കുന്ന പക്ഷി. നമുക്കിന്നെ ആസ്വദിച്ചു പോവാം മുന്നോട്ട്. രണ്ടായിരത്തി 2015 ജൂലൈയിൽ അദ്ദേഹം ഷില്ലോങ്ങില് ഒരു പ്രഭാഷണത്തിന് പോയി. ജീവിക്കുന്ന ഗ്രഹം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന വിഷയത്തിനെ പറ്റി ഒരു പ്രഭാഷണത്തിന് പോയതായിരുന്നു. അന്ന് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ആ പ്രഭാഷണ വേളയിൽ തന്നെ ഒരു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അവിടുത്തെ ആശുപത്രിയിൽ അദ്ദേഹം മരണമടയായിരുന്നു. അതാണ്ട് നമ്മള് എത്തിയിരിക്കുകയാണ്. ഇതാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ അത് നമ്മളെ ഒന്ന് കാണിച്ചു തരാൻ APJ അബ്ദുൽ കലാമിന് സാധിച്ചു. ഇതാണ് നമ്മുടെ APJ അബ്ദുൽ കലാം സ്മാരകം. അപ്പൊ ഇത് പണിയെടുപ്പിച്ചത് 2015 അദ്ദേഹത്തിന്റെ ജന്മദിനത്തില് ആണ് ഇതിന്റെ തറക്കല്ലിട്ടത്. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ഇത് മൊത്ത പണിയും പൂർത്തീകരിച്ചത്. ഇത് കാണുമ്പോൾ നമുക്കിത് വെളിയിൽ നിന്നുള്ള
വ്യൂ മാത്രമേ അകത്തോട്ട് നമുക്ക് ഫോണൊന്നും അലോഡ് അല്ല. ഫോണോ ക്യാമറയോ ഒന്നും അകത്തോട്ട് കയറ്റില്ല. നമുക്ക് അവിടെ തികച്ച് ഫ്രീ ആണ്. അകത്ത് കയറി നമുക്ക് എത്ര നേരം വേണമെങ്കിലും അതിനകത്ത് കയറി നമുക്കത് അവിടെ അദ്ദേഹത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരു എന്താ നമുക്ക് എൻട്രി പാസോ അങ്ങനെ ഒന്നുമില്ല. തികച്ചും സൗജന്യമായിട്ടാണ് ഈ സ്മാരകത്തിനുള്ളിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പൊ അതില് എനിക്കിതിലൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഭയങ്കര ക്ലീൻ ആണ്. ചെരുപ്പ് നമ്മൾ വെളിയിൽ ഊരിയിട്ടിട്ടാണ് ഇതിന്റെ അകത്തോട്ട് നമ്മൾ പ്രവേശിക്കുന്നത് പോലും. അതെ അതിന്റെ സറൗണ്ടിങ്സ് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ക്ലീൻ. ഇപ്പൊ പണി വെച്ചേക്കുന്നുണ്ട് അതെ കൂട്ട്. ഇത്ര മനോഹരമായിട്ടാണ് ഇത് നിലനിർത്തി പോകുന്നത്. ഇതിനുള്ളിലാണെങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ പല രാജ്യങ്ങളിൽ പല പ്രസിഡന്റുമാരുമായിട്ട് സന്ദർശിച്ചപ്പോൾ ഉള്ള സ്കൾപ്ചേഴ്സ്, ശില്പങ്ങള്, അതുപോലെ തന്നെ പെയിന്റിങ്സ്, പിക്ചേഴ്സ് എല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കള്, പേന, ലാപ്ടോപ്പ്, വീണ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അകത്തെ വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതിനകത്ത് ക്യാമറ പോലെ അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്. മിസൈലിന്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല എനിക്ക് തോന്നുന്നു അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ വേണം ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ഇതും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ മോണുമെന്റ്സും അതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കാണാൻ പറ്റും. അതുപോലെ അത്രയും പീസാണ്. നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഭയങ്കര സമാധാനം, നല്ല ഒരു ശാന്തതയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് രാമേശ്വരം അമ്പലമാണ്. നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷെ അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ ഇപ്പോഴും കണ്ണിന്ന് പോകുന്നില്ല. നമുക്ക് എല്ലാം ഒന്നും വിശദീകരിച്ച് പറയാൻ പറ്റിയിട്ടില്ല. അതിനകത്ത് ക്യാമറ അലോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പിന്നെ നമുക്ക് പറയാനുള്ളത് അവിടുത്തെ ഗാർഡൻ, അത് ഒരു ഫോറിൻ കൾച്ചറിലുള്ള ഒരു ഗാർഡൻ ആണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ രാമേശ്വരത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയി പിറ്റേ ദിവസം രാവിലെ നമ്മൾ രാമേശ്വരം അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ 4ാമത്തെ കവാടത്തിനുള്ളിലൂടെയാണ് അകത്ത് പ്രവേശിക്കുന്നത്. അപ്പൊ ഈ രാമേശ്വരം അമ്പലത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയോ? കുറച്ച്. എന്തൊക്കെ അറിയാം? രാമന്റെ പാദസ്പർശം പതിഞ്ഞ പുണ്യമായ അമ്പലം, അത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഈ അമ്പലത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, രാവണ സംഹാരത്തിന് ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാദോഷം പരിഹരിക്കുന്നതിനായി സീതാദേവിയോടൊപ്പം ലക്ഷ്മണനോടൊപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വര പ്രീതി ലഭ്യമാക്കുവാൻ അഗസ്ത്യർ നിർദ്ദേശിച്ചു. പ്രതിഷ്ഠ നടത്തുവാൻ മുഹൂർത്തം കുറിച്ചു. കൈലാസത്തിൽ നിന്നും ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാനെ അയച്ചു. ശിവലിംഗം എത്തിക്കാൻ ഹനുമാന് കാലതാമസം നേരിടേണ്ടി വന്നതിനാൽ സീതാദേവി തന്റെ കൈകളാൽ മണലിൽ തീർത്ത ശിവലിംഗം പ്രതിഷ്ഠിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ പൂജാതി കർമ്മങ്ങളെല്ലാം നടത്തി. തിരിച്ചെത്തിയ ഹനുമാൻ ഇത് കണ്ട്, അതായത് സമയമെല്ലാം കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞത് കണ്ട് ഹനുമാന് ഭയങ്കര വിഷമമായി. ആ വിഷമം തീർക്കാൻ രാമൻ തന്നെ സീതാദേവിയുടെ കൈകളാൽ ഉണ്ടാക്കിയ ആ ശിവലിംഗത്തിന്റെ അടുത്ത് തന്നെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗവും പ്രതിഷ്ഠിച്ചു. ആ ശിവലിംഗത്തിൽ തന്നെ ആദ്യം പൂജ ചെയ്യണമെന്ന് ശ്രീരാമൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പൂജ നടക്കുന്നത്. ഇന്ത്യയിലെ 4 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമനാഥ സ്വാമി ക്ഷേത്രം. വടക്ക് ബദ്രിനാഥ്, കിഴക്ക് പൂരി ജഗന്നാഥ് ക്ഷേത്രം, പടിഞ്ഞാറ് ദ്വാരക, തെക്ക് രാമേശ്വരം എന്നിവയാണ്. ഇതിൽ രാമേശ്വരം മാത്രമാണ് ശിവക്ഷേത്രം. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് രാമേശ്വരം. അപ്പം ഇതാണ് രാമേശ്വരത്തിന്റെ ഐതിഹ്യമായിട്ട് വരുന്നത്. അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു ശാന്തി. അതെ, ഇവിടത്തെ ഓരോ തൂണുകൾ കാണുമ്പോൾ, അതായത് അന്നത്തെ കാലത്ത് ഈ കൽത്തൂണുകൾ അവർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു മിഷൻ വർക്കും ഇല്ല, അവര് കൈ കൊണ്ട് കൊത്തിയെടുത്ത്, അതെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. അതെ, ഏത് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ്, നമ്മൾ തമാശക്കാരാണ്, ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതുവഴി നടക്കണം, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകും. നമ്മൾ കയറി വന്ന വഴി ഏതാ, ഇറങ്ങി പോകുന്ന വഴി ഏതാ, നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല.
ഇങ്ങനെ എല്ലാ തൂണുകളും ഒരേപോലെ ഒരേ രീതിയിൽ ഇവിടെ ഈ ഒരു നമ്മൾ കയറി വരുന്ന ആ മണ്ഡപത്തിന്റെ ഇങ്ങനെ ചുറ്റും, മണ്ഡപമാണോ നടപ്പാതയ്ക്ക് ചുറ്റുമുള്ള തൂണുകളെല്ലാം ഒരുപോലാണ് ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പ്രധാന ഗോപുരത്തിന്റെ അവിടുത്തെ തൂണുകൾക്ക് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ഇവിടെ നമുക്ക് ഓരോ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചൊവ്വനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓരോ തൂണുകളിലും ഓരോ സ്വാമി പൂജാരിമാര് ഓരോ പൂജകൾ ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ അതുകൊണ്ട് ഇവിടെയൊക്കെ ഓരോ എന്താ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യത്തിന്റെ ചിത്രങ്ങളും സൈഡിൽ ഇങ്ങനെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ തമിഴ് സിനിമയൊക്കെ കാണുന്ന ഒരു പ്രതീകമാണ്. കണ്ടില്ലേ, അത് അമ്പലത്തിന്റെ ഐതിഹ്യങ്ങളാണ് ആ കാണുന്ന ചിത്രങ്ങള്. അത് എന്താ ശിവലിംഗം സ്ഥാപിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ് ആ ഫോട്ടോയ്ക്കകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ വിശദീകരിച്ച്. അതെ, അതെന്തിനാണെന്ന്, എന്താണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഐതിഹ്യം അങ്ങനെ കൃത്യമായിട്ട് എനിക്കറിയില്ല. അതായത് അവിടെ ഒരു നേർച്ച പോലെയാണ് ദേഹത്തൂടെ വെള്ളം ഒഴിച്ചിട്ട് അകത്തോട്ട് കയറുക എന്നുള്ളത്. അപ്പൊ അതിന് കുറെ ക്യൂ ഉണ്ട്. നമുക്ക് കുറെ ക്ഷമയുണ്ടെങ്കിൽ ക്ഷമിച്ച് നിന്ന് കണ്ട് ദർശനം നടത്തിയിട്ട് വരാൻ പൈസ കൊടുക്കാതെ കയറുന്ന ക്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും എന്താ നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളങ്ങനെ അത്രയ്ക്കും ക്ഷീണിതരൊക്കെ ആണെങ്കിൽ പൈസ കൊടുത്ത് നമുക്ക് നേരിട്ട് പോയി ദർശനം നടത്തി ഇറങ്ങി വരുന്ന ആ രീതിയും ഉണ്ട്. നമ്മളിങ്ങനെ ഓരോ ഇതും കണ്ട് ഇങ്ങനെ നടക്കാണ്. ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ആ കാലത്തെ ആൾക്കാർ ഇത്രയും വലിയ കരിങ്കല്ലിലാണ് ഇത് തീർത്തിരിക്കുന്നത്. ഇതാണ് മെയിൻ ഗോപുരം, മെയിൻ പാത, മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടുത്തെ തൂണുകൾക്ക് മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. ഓരോന്നും വേറെ രീതിയിലാണ്. അതെ അതെ, ഇവിടെയും അങ്ങനെ നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. ഉള്ളിലോട്ട് നമുക്ക് അത്രയും അങ്ങോട്ട് എന്താ ഫോൺ ക്യാമറ ഒന്നും അവര് അനുവദിക്കില്ല. കണ്ടു